ഒരു യുദ്ധത്തിൻ്റെ മറവ് പിടിച്ച് മറ്റു പല യുദ്ധങ്ങളുണ്ടാക്കി ഇരകളായവരെ തമ്മിലടിപ്പിക്കുകയും എതിരാളികളെ കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യുന്നതിനെല്ലാം പദ്ധതി തയ്യാറാക്കാൻ കഴിയുന്ന അത്രയും ഒരു നീചസംഘം എന്ന നിലയിൽ മൊസദ് എന്നേ അടയാളപ്പെടുത്തപ്പെട്ടവയാണ്. ഈ കഴിഞ്ഞ ദിവസം ഖത്തറിലും സൗദി അറേബ്യയിലും ഇതുപോലെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ച ചാരപ്രവൃത്തിക്കായി എത്തിയ മൊസദിൻ്റെ ഏജൻറ്റുമാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായി ആൾതാമസമുള്ള ഇടങ്ങളിലേക്കും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ് എന്നത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കുവൈറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതി പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ കുവൈറ്റിൻ്റെ നിരീക്ഷണ റഡാറിൽ സാധാരണ ഈ റഡാറിൽ പെടുമ്പോൾ 3 കളറുകളാണ് പ്രത്യക്ഷമാവുക: ഗ്രീൻ, ഓറഞ്ച്, റെഡ്. അതായത് ഗ്രീൻ ആണെങ്കിൽ സ്വന്തം രാജ്യത്തെ ഫ്ലൈറ്റോ തങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്ന ഫ്ലൈറ്റുകളാണ്. ഓറഞ്ച് ആണെങ്കിൽ ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ട അല്ലെങ്കിൽ സംശയാസ്പദമായ നിങ്ങൾ പരിശോധിച്ച് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. റെഡ് എന്നാൽ അതിൻ്റെ അർത്ഥം കൃത്യമായും ഈ റഡാറിൽ എതിരാളികളായി കാണുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് വരുന്ന ഒരു സ്ട്രെയിഞ്ച് വിമാനമാണെന്ന് വേണം കരുതാൻ. അങ്ങനെ റെഡായി മാർക്ക് ചെയ്യപ്പെട്ട വിമാനമാണ് വെടിവെച്ചിട്ടത് എന്നാണ് ഇപ്പോഴും കുവൈറ്റ് ഡിഫൻസ് സിസ്റ്റം പറയുന്നത്. എന്നുവെച്ചാൽ ആ സംവിധാനത്തിലൂടെ വന്ന വിമാനം ഇതുപോലെ ആക്രമണം നടത്താൻ വന്നതാണോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ചില യുദ്ധനിരീക്ഷകർ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ അവരെയൊക്കെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുകയും നമ്മൾ ട്രോളുകയും ഒക്കെ ചെയ്തിരുന്നു. 1991 അന്നത്തെ യുദ്ധസമയത്തും ഇതുപോലെ തന്നെ ഇറാഖിൻ്റെ അധിനിവേശ സമയത്തൊക്കെ മൊസദ് ഒരു സെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിരുന്നു. അവർക്ക് ഇതിനെല്ലാം കൃത്യമായ ആസൂത്രണവും കൃത്യമായ പെനട്രേഷനും കൃത്യമായ പ്ലാനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം. എന്ന് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും അവരുടെ സ്പൈ നെറ്റ്വർക്ക് അടക്കമുള്ള സംവിധാനങ്ങളും നിലവിലുണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ ഒരു വിവരമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വളരെ കൃത്യമായി നേർക്ക് നേരെ പറഞ്ഞത്. Brothers, and we have talked about this issue. Iran is not responsible for the attack against the oil installations in Saudi Arabia. We have made it clear. We have officially announced today that was not one of the targets of the Iranian armed forces. അതായത് സൗദി അറേബ്യയുടെ ഒരു എണ്ണപ്പാടം കത്തിച്ചിരുന്നു. ആ എണ്ണപ്പാടം കത്തിക്കാനായി ബോംബിട്ടത് ഇറാനാണെന്നാണ് പറഞ്ഞത് എല്ലാ വാർത്താമാധ്യമങ്ങളും. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും പാശ്ചാത്യ ലോകത്തിന് ഒരു നുണ ഫാക്ടറികളുടെ ഒരു കൂമ്പാരമുണ്ട്. എല്ലാ ചാനലുകളും അങ്ങനെയാണ് നിൽക്കുന്നത്. സാധാരണ അൽ ജസീറ അങ്ങനെ ആവാറില്ല. പക്ഷേ ഇപ്പോൾ അൽ ജസീറയ്ക്കും പരിമിതിയുണ്ട്. കാരണം ഖത്തറും ഇതിൻ്റെ ഒരു കക്ഷിയാണ്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങളല്ല ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരിക്കലും ഇറാനല്ല ആ എണ്ണപ്പാടത്തെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. 91 ഇതുപോലെ തന്നെ എണ്ണപ്പാടം കത്തിക്കുക എന്ന് പറയുന്നത് മൊസദിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇത്തരം പദ്ധതികളെ സഹായിക്കാൻ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഈ ഫയർ ഫൈറ്റിംഗ് കമ്പനീസ് ഉണ്ട്. വളരെ ബിഗ് ഫയർ ഫൈറ്റിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണപ്പാടം തീ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. പിന്നെ ആ തീ അണയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം $100 ബില്യൺ ഒക്കെ എണ്ണ എക്സ്കവേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ 3 വർഷം 2 വർഷം ഒക്കെ അത് കത്തി നിന്നാൽ എത്ര കോടി രൂപ നഷ്ടം വരും. അപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് ഇത് അണച്ചു തരാം എന്ന് പറഞ്ഞ് വന്ന് ഭീകരമായ കോൺട്രാക്റ്റ് എടുത്ത് വളരെ വലിയ തുകയ്ക്ക്, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ തുകയ്ക്ക് കോൺട്രാക്റ്റ് എടുത്ത് ഈ പ്രവൃത്തി ചെയ്യുന്ന അമേരിക്കൻ ഇസ്രയേലി കമ്പനികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് യുദ്ധ സന്ദർഭങ്ങളിൽ ഈ എണ്ണപ്പാടം കത്തിക്കൽ അവരുടെ ഒരു വിനോദമാണ്. അതുകൊണ്ട് ആളുകളെ കൊല്ലാനൊന്നുമല്ല, ഇതിലൂടെയും വരുമാനം ഉണ്ടാക്കുക. നമ്മൾ സാധാരണ പറയത്തില്ലേ, കലാപം ഉണ്ടാകുന്ന സ്ഥലത്ത് കിഡ്നി അടിച്ചു മാറ്റുക എന്ന് പറയുന്നത് പോലെയുള്ളൊരു ഏർപ്പാട് ഇതിലുമുണ്ടെന്നുള്ളതാണ്. ഒമാനിലെ ചില പോർട്ടുകളിലേക്ക് ഇതുപോലെ ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്ന് ഇറാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ ഇറാൻ അടിക്കുന്നതെല്ലാം കൃത്യമായിട്ടാണ്. അവർ പിന്നെ ഡേറ്റാ സെൻറ്ററിൽ അടിച്ചു, റഡാറിൽ അടിച്ചു, യുദ്ധക്കപ്പലുകളെ അടിച്ചു, US ബേസുകളിലെല്ലാം അടിച്ചു. അതിനപ്പുറത്തേക്ക് ഒരിക്കലും മിഡിൽ ഈസ്റ്റിലെ മനുഷ്യരോട് ഒരു യുദ്ധപ്രഖ്യാപനത്തിന് ഇറാൻ ഇല്ല എന്നാണ് അവർ കൃത്യമായി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ആക്രമണങ്ങളൊക്കെ ഇതുപോലെയുള്ള ഏജൻസികൾ ചെയ്യുന്നതാണ് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കുകയാണ്
ഇറാൻ്റെ തന്നെ പ്രധാനമന്ത്രി. ഒരു യുദ്ധമുഖത്തൊരിക്കലും തങ്ങൾ എണ്ണപ്പാടം കത്തിച്ചാൽ അത് തങ്ങളുടെ നേട്ടമായിട്ട് പറയേണ്ടതാണ്. പക്ഷേ അവർ പറയുന്നത് ഇതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, ഞങ്ങളല്ല ഇത് ചെയ്തത്, ഞങ്ങൾക്കങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്നാണ് പറയുന്നത്. അതും ശ്രദ്ധാപൂർവം വാർത്ത വായിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്.